കോഴിക്കോട്ട് കൂടി പോയിട്ട് വരാം, കാണണമല്ലോ. തളി ക്ഷേത്രത്തിൽ കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷാണ് നമ്മോടൊപ്പം ചേരുന്നത്. ദിസ്ന, നമസ്തേ. ചിങ്ങപ്പുലരി അവിടെ എങ്ങനെയാണ്? തളി ക്ഷേത്രത്തിൽ എത്രത്തോളം ഭക്തജന തിരക്ക് ഉണ്ട്? എത്രത്തോളം പ്രതീക്ഷയോടെ ഭക്തജനങ്ങൾ ഈ ദിവസത്തെ കാണുന്നു? വീണ, പ്രദീപിള്ള, നമസ്തേ. ആദ്യം തന്നെ പുതുവത്സര ആശംസകൾ. വലിയൊരു തിരക്ക് തന്നെയാണ് കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് ചിങ്ങം ഒന്നായിട്ട് അനുഭവപ്പെടുന്നത്. ഈ ദിവസത്തിന്റെ, അതായത് സമൃദ്ധിയുടെ നാളിന് തുടക്കം എന്ന് തന്നെയാണ് ചിങ്ങം ഒന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തളി മഹാദേവനെ ദർശിക്കാതെ അവരുടെ ഒരു ദിവസം തുടങ്ങില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വലിയൊരു തിരക്ക് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് മുന്നിൽ അനുഭവപ്പെടുന്നത്. ദൂരെ നിന്ന് പോലും പല ആളുകൾ ഇവിടെ എത്തുന്നു. രാവിലെ തന്നെ ദർശനം തുടങ്ങി. വലിയൊരു തിരക്ക് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എന്തായാലും കലിതുള്ളിയ ഒരു കർക്കിടകമാണ്, കലിതുള്ളിയാണ് വടക്കേ മലബാറിൽ കടന്നുപോയത്. ആ ആദിയും വ്യാധിയും ഒക്കെ തന്നെ അകറ്റി വലിയ പ്രതീക്ഷയോട് കൂടിയുള്ള ഒരു ദിവസത്തിലേക്കാണ് ഇന്ന് കടന്നുപോയിട്ടുള്ളത്. ഇന്ന് ചിങ്ങം ഒന്നാണ്. വലിയൊരു രീതിയിലുള്ള തിരക്കാണ് പ്രത്യേകിച്ച് തളി ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. തളി ക്ഷേത്രത്തിൽ തിരക്ക് അനുഭവപ്പെട്ട് വരുന്നുള്ളൂ. സാധാരണ ഒരു 8 മണിക്ക് ശേഷമാണ് പൊതുവെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ 1199 എന്ന മലയാള മാസം കഴിഞ്ഞ് 1200 ചിങ്ങമാസം തുടങ്ങുകയാണ്. അപ്പം എല്ലാവർക്കും ഒരു മലയാള മാസത്തിലെ പുതുവത്സര ആശംസകൾ. തളി മഹാദേവൻ്റെ വക എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വേറെ വിശേഷാൽ പൂജകളൊക്കെ ന്യൂ ഇയർ ആയിട്ട് നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ചിങ്ങം ഒന്നിൽ പ്രത്യേക പൂജകളും വിശേഷാൽ പൂജകളും ചടങ്ങുകളും ഒക്കെ തന്നെയും ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു തിരക്ക് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ചിങ്ങം ഒന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വടക്കേ മലബാറിൽ കർക്കിടകം കലിതുള്ളിയാണ് കടന്നുപോയത്. നമുക്കറിയാം, വയനാട് ദുരന്തമൊക്കെ ഉണ്ടായിരുന്നു. ആ ദുരന്തത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വലിയൊരു രീതിയിലുള്ള നഷ്ടം തന്നെയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. ഇതിനെയൊക്കെ തന്നെ മറികടന്ന് സമൃദ്ധിയുടെ ദിനങ്ങളിലേക്കാണ് കടന്നു പോകുന്നത്. അടുത്ത മാസം, അതായത് ഈ ഓണത്തിനുള്ളൊരു തുടക്കമായി തന്നെയാണ് ഇത് നമ്മൾ കാണുന്നത്. അടുത്ത മാസം 6-ാം തീയതി മുതൽ അത്തം തുടങ്ങും. അതിനുശേഷമുള്ള 10 നാളുകൾക്ക് ശേഷം സമ്പൽ സമൃദ്ധിയുടെ ഉത്സവമായ ഓണം എത്തും. ഇതൊക്കെ തന്നെയും വലിയ ആഘോഷമായി തന്നെയാണ് മലയാളികൾ സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ കർഷകരൊക്കെ തന്നെ വലിയൊരു രീതിയിൽ ഓണ വിപണിയിലേക്കുള്ള ഒരു തുടക്കം കൂടിയാണിത്. നിരവധി ആളുകൾ, കുടുംബങ്ങളൊക്കെ ആയി നിരവധി ആളുകളാണ് ഈ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇന്ന് ചിങ്ങം ഒന്നാണ്. അപ്പോൾ പുതിയൊരു ദിവസത്തിന്റെ തുടക്കമാണ്. കുടുംബമായിട്ട് ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണല്ലേ? പുതിയ പൊൻപുലരിയിൽ നമ്മൾ കുടുംബസമേതം ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്, മോനെയും കൂട്ടിട്ട്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു പുതുവത്സരാശംസകൾ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും പുതുവത്സരാശംസകൾ. വലിയൊരു സന്തോഷത്തിൽ തന്നെയാണ് പ്രദീപിള്ള ഇവരൊക്കെ തന്നെയും. ചിങ്ങം ഒന്നാണ്, പുത്തൻ പ്രതീക്ഷകളാണ്, പുത്തൻ പുലരിയാണ്. ഇനിയുള്ള ദിവസങ്ങൾ സമ്പൽ സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ തന്നെ ആവട്ടെ എന്ന ഒരു ശുഭ പ്രതീക്ഷയോടുകൂടി കുടുംബമായി ഒക്കെ തന്നെയും ഈ അമ്പലത്തിൽ ദർശനം നടത്താൻ വന്നിരിക്കുകയാണ്. കോഴിക്കോടുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തളി മഹാദേവനെ കാണാതെ അവരുടെ ഒരു ദിവസം പൂർത്തിയാകില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്.